ഇത് മാസ് മോട്ടോഴ്സിലാണ് നമ്മൾ ഹോണ്ട ഷൈൻ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ വണ്ടി കയറ്റിയേക്കണതാണ്. അപ്പോൾ അതിനകത്ത് നിലവിൽ കിടക്കുന്നത് പ്ലഗ് പുതിയ പ്ലഗ്ഗാണ്, പവർ സപ്ലൈയും കറക്റ്റാണ്. അപ്പോൾ പെട്രോളുമായി ബന്ധപ്പെട്ട കംപ്ലൈൻ്റ്. അപ്പോൾ നമ്മൾ കാർബറേറ്റർ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഓൾറെഡി ശരിക്കും കാർബറേറ്റർ കംപ്ലൈൻറ്റാണ്. പറയാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ അത് ഈ ഫ്ലോട്ട് വാൽവൊക്കെ ശരിക്കും അതിൻ്റെ ഉള്ളിൽ ജാമ്യമായിട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ സ്ലോ ജെറ്റ് ബ്ലോക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ അഴുക്കുണ്ട്. അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാർബറേറ്ററിനുള്ളിൽ ചെടി പോലെ സംഭവം ഫോം ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൂടാതെ കൊണ്ട് നമ്മൾ വാക്യൂം മെഷീൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോഴല്ലോ വാക്യൂം മെഷീൻ തേയ്മാനം വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ പിന്നിൻ്റെ തേയ്മാനമുണ്ട്. പിന്നെ അതേപോലെ കാർബറേറ്ററിൻ്റെ അത് നോക്കുമ്പോൾ കാർബറേറ്ററിൻ്റെ ആ സൈഡിൽ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ കാർബറേറ്റർ നല്ല രീതിയിൽ തേയ്മാനം വന്നതിനാണത്. ശരിക്കും വാക്യൂം മെഷീൻ തേയ്യുമ്പോൾ വാക്യൂം മെഷീനും കാർബറേറ്ററും കൂടിയ തേയ്മാനം വരാം. നമുക്ക് കാർബറേറ്റർ മാറ്റൽ പ്രായോഗികമല്ല, നല്ല കോസ്റ്റ്ലിയാണ്. ഏകദേശം ഒരു 5000 രൂപ 5500 രൂപ എമൗണ്ട് തന്നെയാണ്. അപ്പോൾ തൽക്കാലം കാർബറേറ്ററിൻ്റെ വാക്യൂം പിസ്റ്റൺ മാത്രമാണ് മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്യാറ്. ഇത് നിലവിൽ അതും ചെയ്യണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. കാരണം വെച്ചാൽ 100% പെർഫെക്റ്റ് ആവില്ല ഈ കാർബറേറ്റർ എന്തെങ്കിലും. കാരണം പിന്നെ അതിനകത്തേക്ക് നമ്മൾ ഈ വാക്യൂം പിസ്റ്റൺ ഇടുന്നതിലൊന്നും വലിയ കഥയില്ല. അപ്പോൾ നല്ല രീതിയിൽ ക്ലീനർ വെച്ച് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തിടാം. അതിന് ശേഷം നമുക്ക് ഈ ഫ്ലോട്ട് വാൽവ് എന്തെങ്കിലും മാറ്റിക്കളയാം. കാരണം ഇത് പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല തന്നെ. ഇത് ഇപ്പോൾ മാറ്റി പുതിയത് ഇട്ട് തൽക്കാലം നമുക്ക് ഓടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എങ്കിൽ കൂടി ഒരു ഓവർഫ്ലോ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഫ്ലോട്ട് വാൽവ് ഒന്ന് അടയണ ഭാഗം നമുക്ക് നല്ല രീതിയിലുള്ള തേയ്മാനം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഫ്ലോട്ട് വാൽവ് മാറ്റിയിടാം, ഈ സ്ലോ ജെറ്റ് മാറ്റാം. സ്ലോ ജെറ്റൊക്കെ ഫുള്ള് ബ്ലോക്കാണ്. അതിനുശേഷം കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ചിട്ട് കാർബറേറ്റർ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തിടുക. അത്രയാണ് നമുക്കിതൊന്ന് ചെയ്യാൻ പറ്റട്ടോ. വാക്യൂം പിസ്റ്റണൊക്കെ നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം. പിന്നൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തന്നെ യൂസ് ചെയ്തെടുക്കാം. കാരണം എന്ന് വെച്ചാൽ 100% പെർഫെക്ഷനിലേക്ക് എന്തെങ്കിലും കാർബറേറ്റർ നിൽക്കില്ല. മൈലേജിന് പ്രശ്നമുണ്ടാവും, മൈലേജിൻ്റെ പ്രശ്നം ഉണ്ടാവും. അതേപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ മിസ്സിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ടാവും. റേസിങ് കറക്റ്റായിട്ട് നിൽക്കില്ല. അതൊക്കെയാണ് ഈ കാർബറേറ്റർ കൊണ്ട് വരാൻ പോകുന്ന കംപ്ലൈൻറ്റുകൾ. തൽക്കാലം നമുക്കൊന്ന് ക്ലീൻ ചെയ്തിടാം. ഫ്ലോട്ട് വാൽവും നീഡിലും ഈ ഓവർഫ്ലോ നീഡിലും ഫ്ലോട്ട് വാൽവും സ്ലോ ജെറ്റും മാറ്റിയിടാം. അതിനുശേഷം ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. അത്രയാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റാം. പിന്നെ ഫ്രണ്ട് മൺഗാർഡ് മാർട്ടിനേഴ്സ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം, നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്യാം. അത് കൂടാതെ കൊണ്ട് നമ്മൾ ഈ ഫ്രണ്ട് വീലിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ തുരുമ്പ് മൊത്തം ഇങ്ങനെ വന്നിട്ടുണ്ട്. അത് ഈ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് പോയിട്ടാണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മളിപ്പോൾ ഷെയ്ക്ക് ചെയ്യിക്കുമ്പോൾ അവിടെ ബെയറിങ് പോയിട്ടുള്ള ഒരു പ്ലേയും അതിൻ്റെ ഉള്ളിൽ കൂടെ വന്ന് തുരുമ്പണതാണ് കേട്ടോ. അപ്പോൾ ബെയറിങ് കൂടി മാറ്റിയിടാണെങ്കിൽ നന്നായിരിക്കും. അതേപോലെ തന്നെ ഫ്രണ്ട് മൺഗാർഡ് മാറ്റാം. അപ്പോൾ നമ്മൾ അത്യാവശ്യം പറഞ്ഞേക്കണം. അതും പ്രകാരം ഒരു എസ്റ്റിമേറ്റ് ഒന്ന് നോക്കിയിട്ടൊന്ന് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ.